നമസ്കാരം നൻപ, ബെസ്റ്റ് ഫോർ എവറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ചിക്കൻ പെരട്ടാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. അപ്പം ഞാൻ 2 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 2 പ്രാവശ്യം 2-3 പ്രാവശ്യം കഴുകി. ഇത് ഒന്നുകൂടെ കഴുകി നമുക്ക് റെഡി സെറ്റാക്കാം. വാ, ഓൾറെഡി കഴുകി വെച്ചതാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകുകയാണ്. കഴുകി മാറ്റുക. നമുക്ക് മസാല ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാം. അപ്പോൾ മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടി 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്കിതിനൊന്ന് സെറ്റാക്കി വയ്ക്കാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾ, ഗരം മസാല, ഉപ്പ്. ഇപ്പം നമുക്ക് പിന്നീട് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ഇടാവൂ. ഇതിലേക്ക് ഇനി ചെറുനാരങ്ങ അവിടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മളെടുക്കാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാറ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എണ്ണം കൂടുതൽ എടുക്കുന്നത്. ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം. അതിന് നമുക്കൊന്ന് 1.5 മണിക്കൂർ നമുക്കിതിനൊന്ന് റെസ്റ്റ് കൊടുക്കാം. തക്കാളി, ചെറുനാരങ്ങ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടാതെ കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുരുമുളക്, പെരിഞ്ചീരകം കുറച്ച് നമുക്ക് ആവശ്യത്തിനാണ്, കറുവപ്പട്ട, മറ്റു കാര്യങ്ങളായിട്ട് ശാല എടുത്തിട്ടുണ്ട് മുഴുവനോടെ. പിന്നെ ബേ ലീഫുണ്ട്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്. ഇത്രയും മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കൊന്ന് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊച്ചുള്ളി ചതച്ചത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചതാണ്. ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കത് കട്ട് ചെയ്യാം. ആവശ്യമായിട്ടുള്ള മല്ലിയിലയും കൂടെ നമ്മൾ എടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഒഴിച്ചോളൂ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നമുക്ക് ബാക്കി ഓയിൽ ഞാൻ ആഡ് ചെയ്യണുള്ളൂ. അതിലോട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സവാള ഇടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ കൂടെ ആഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് അതിനെ കറക്റ്റ് പരുവം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ.
ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് സെറ്റാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അപ്പം ഒന്ന് വാടി വരട്ടെ ശകലം കൂടെ. ശകലം വാടിയിട്ടുണ്ട്. അത് അടച്ചു വെച്ച് ആവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, അതാണ് നമ്മളെ കൊച്ചുള്ളി ചതച്ചത്. എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത്. കുറച്ച് നേരം അവിടെ നമുക്ക് നടച്ചു വയ്ക്കാം. ഒന്ന് അടപ്പെടുത്ത് അടി പിടിക്കില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇപ്പോൾ നല്ല ഒരു വെന്ത് വന്ന പരുവാണ്. കുറച്ചുകൂടി അത് ഇതാവണം. ഇനി നമുക്കിതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ബേ ലീഫും മസാലയും കൂടെ അതിനകത്തൊന്നും ഇട്ട് നടുക്കിട്ട് സെറ്റാക്കാം. അതിന് നമുക്ക് ഇതിനൊന്ന് ഒതുക്കി വയ്ക്കാം. മതി. കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പട്ട, ഗ്രാമ്പൂ മുതലായ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. കൂടാതെ നമ്മൾ ബേ ലീഫ്, ശകലം പെരിഞ്ചീരകം, ശകലം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടു. നമ്മൾ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി പെരട്ടുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇതിനകത്ത് അറിയാൻ പറ്റും. ഗരം മസാല, മഞ്ഞപ്പൊടി ഉണ്ട്, മറന്നില്ല മഞ്ഞപ്പൊടി. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കൂടെ നോക്കാം. ഇത്രയിട്ട് മസാലയോടെ ഇട്ട് മൂപ്പിക്കുമ്പോൾ ഓൾറെഡി ഇത് പ്രത്യേക മണം കൂടിയാണ്. ഇനി അവനെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കണം. എന്ന് വെച്ചാൽ മസാല ഓൾറെഡി നമ്മൾ എണ്ണ ഒഴിച്ച് എടുത്തതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളകും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. നീളത്തിന് കട്ട് ചെയ്തതാണ്, നീളത്തിന് നമ്മൾ കട്ട് ചെയ്തതാണ്. ഇനി കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഇനി ഇതിൻ്റെ നമുക്ക് പാകത്തിന് ഉപ്പും പരുവം നോക്കണം. നോക്കിയിട്ടേ ബാക്കി ചെയ്യാവും. അതിനൊന്ന് മൂടി വയ്ക്കുകയാണ്. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇതിനകത്ത് ഈ എണ്ണ ഒന്ന് ജസ്റ്റ് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. അത്യാവശ്യം നമ്മളെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ശകലം നന്നായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്യണേ.
നമുക്ക് ഇളക്കി കൊടുക്കാം. ആഹാ, എന്ത് മണം! മസാലക്കൂട്ട് എല്ലാം മണം വന്നിട്ടുണ്ട്. പാകത്തിന് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നോക്കിയാലേ അറിയാൻ പറ്റി. നമ്മൾ തക്കാളിയും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി. ചിക്കൻ പൊടിയാൻ പാടില്ല, അതുകൊണ്ട് അടിതാത്ത് എടുത്താലേ മറിയത്തുള്ളൂ. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഒന്ന് അടച്ച് വെച്ചായിരിക്കാം. നമുക്ക് എങ്ങനെ നോക്കാം. തീ കുറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ് നമ്മളെ പെരട്ട് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും പെരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്. പെരട്ട് നല്ല അതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് നല്ല തിക്നെസ്സോടെയാണ്, ഡ്രൈ ആയിട്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിനകത്ത്. നമ്മളിതിനകത്ത് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാഴ്ച ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നാം. അപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്. നമ്മളെ പെരട്ട് റെഡി ആയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കേണ്ടതാണ്. കാരണമെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പോരായ്മകൾ മാറ്റി പുതിയ പുതിയ വീഡിയോകളും വെറൈറ്റി വീഡിയോസും ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.